നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ടി.ജി. രവിയുടെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ബാലങ്കേനാരുടെ വീട്ടിലേക്ക് ഓടിക്കേറിയ ഉണ്ണിമേരിയുടെ അവസ്ഥയാണ് മലയാള സിനിമയ്ക്ക് ഇന്ന് പറയാം. കാരണം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇടവേള ബാബു മാറി മോഹൻലാലും ജനറൽ സെക്രട്ടറിയായിട്ട് സിദ്ദീഖുമൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് സമാന്തരമായ മാറ്റങ്ങളുണ്ടാകും, സ്ത്രീ വിഷയങ്ങളിലൊക്കെ അവിടെ വനിതകൾ വല്ലാതെ ഹരാസ് ചെയ്യപ്പെടുന്നു എന്ന ചർച്ചകൾക്കൊക്കെ പരിഹാരമുണ്ടാകും എന്ന് വിശ്വസിച്ചു. പക്ഷേ തദൈവ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയിലാണ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സൂചിപ്പിക്കുകയും ചെയ്തു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഏറ്റവും കൂടുതൽ പരിഹരിക്കുവാൻ ശ്രമിക്കേണ്ടത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റാണ്. കാരണം മലയാള സിനിമ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് CPMനെയാണ്. നമ്മൾ മിക്ക സിനിമകളും കാണുമ്പോൾ അതിലൊരു CPMനെ അല്ലെങ്കിൽ കമ്മ്യൂണിസം കൈകാര്യം ചെയ്യുന്ന പാർട്ടികളൊക്കെ വലിയ തത്വശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന രീതികൾ എന്ന് അവതരിപ്പിക്കാറുണ്ട്. കാരണം മിക്ക സംവിധായകന്മാരും CPM അനുഭാവികളാണ് എന്ന് തന്നെയാണ്. കോൺഗ്രസിനെയൊക്കെ വളരെ വഷളന്മാരുടെയും അഴിമതിക്കാരുടെയും പാർട്ടിയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സിനിമാ ലോകത്തോട് വലിയ കമ്മിറ്റ്മെൻ്റൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവൊക്കെ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള പുറത്തു വന്നിട്ടുള്ള പറയുന്ന പേരുകൾ പുറത്തു കൊണ്ടുവരണം എന്ന രീതിയിലൊക്കെ പ്രക്ഷോഭം ചെയ്യുന്നത്. ആകെ കോൺഗ്രസിനുണ്ടായിരുന്ന ഒരു ആൾ എന്ന് പറയുന്നത് ജഗദീഷായിരുന്നു. ഇപ്പോൾ ഈ അമ്മയുടെ കൂട്ടത്തിൽ അല്പം കാര്യഗൗരവവും വൃത്തിയുമൊക്കെ ഉള്ള ആളും ജഗദീഷാണ്. പക്ഷേ അത് കോൺഗ്രസ് പാർട്ടി തന്നെ അദ്ദേഹത്തെ നഷ്ടപ്പെടുത്തി. കാരണം പത്തനാപുരത്ത് പോലുള്ള സ്ഥലത്ത് അദ്ദേഹത്തെ കൊണ്ടു നിർത്തി അടിയിൽ പാരയും എല്ലാം കൂടെ ആയി അദ്ദേഹം തോൽപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ വേദികളൊന്നും പങ്കെടുക്കുന്നില്ല എന്നല്ല, അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ല എന്ന് തന്നെ പറയുന്നു. കോൺഗ്രസിന് അത് വലിയ നഷ്ടമാണ്. ജഗദീഷിൻ്റെയൊക്കെ സംസാരം ഇന്നലെ പുറത്തു വരുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന പക്വത, അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളൊക്കെ എത്ര മഹത്തരം ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ CPMനാണ് ഈ ഇതിൽ കൂടുതൽ ഉത്തരവാദിത്വം എന്ന് പറയാം. കാരണം ഒരു മന്ത്രി, അവരുടെ ഘടകകക്ഷിയായ ഒരു മന്ത്രി ഇതിലുണ്ട്, പിന്നെ മുകേഷുണ്ട്. അങ്ങനെ സിനിമാ ലോകവുമായി തങ്ങളുടെ MLAമാരും മന്ത്രിമാരും തന്നെ ഈ അമ്മയും അതിൻ്റെ ഭാരവാഹിത്വവും അല്ലെങ്കിൽ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ വിഷയം പരിഹരിക്കുന്നതിന് മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഉള്ളത് നമ്മുടെ സുരേഷ് ഗോപിയാണ്. BJPക്കും ഇതിൽ അവസരങ്ങളുണ്ട്. കാരണം അദ്ദേഹം സുരേഷ് ഗോപി മന്ത്രിയായതിനു ശേഷം താൻ കേന്ദ്രമന്ത്രിയായത് താൻ അഭിനയിക്കുന്ന ഏതോ സിനിമയിലാണ് എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം. നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെയും അദ്ദേഹം തൻ്റെ പ്രൊഡ്യൂസറെയോ സംവിധായകനോ ആയിട്ടാണ് കാണുന്നത് തോന്നുന്നു. കാരണം ഇന്നലത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അങ്ങനെയാണ്. അദ്ദേഹത്തിന് 22 സിനിമകൾ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് അമിത്ഷായോട് പറയും അത്രേ തന്നെ മാറ്റി നിർത്തുവാൻ. ഇനി ഈ മന്ത്രിസ്ഥാനത്ത് എടുത്തു കളഞ്ഞാലും അത്രത്തോളം താൻ ഭാഗ്യവാനാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് നോക്കാനായിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കാരവൻ വിട്ടു കൊടുക്കാൻ, താൻ അഭിനയിക്കുമ്പോൾ തിരക്കിലായിരിക്കുമല്ലോ, സിനിമ അഭിനയിക്കുന്ന തിരക്കിലായിരിക്കുമല്ലോ. അപ്പോൾ തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാൻ തൻ്റെ ഗവൺമെൻറ് തനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് സഞ്ചരിക്കാൻ കാരവൻ നൽകുവാൻ അദ്ദേഹം തൻ്റെ പ്രൊഡ്യൂസറോടോ നിർമ്മാതാവിനോടൊക്കെ പറയുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അത് വലിയ കുറ്റകൃത്യമാണെന്ന് പോലും അറിയില്ല. കാരണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിന് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിന് അല്ലെങ്കിൽ ഒരു മന്ത്രിക്കൊക്കെ അതിൻ്റെ സ്റ്റാഫുകൾക്കൊക്കെ ഒരു പ്രൊഡ്യൂസർ കാരവൻ വിട്ടുകൊടുത്തവർ കൃത്യനിർവഹണം ചെയ്യുന്നു എന്നത് വലിയ കുറ്റമാണ് എന്ന് പോലും അറിയാതെ താൻ അഭിനയിക്കുന്ന ഏതോ സിനിമയാണെന്ന രീതിയിൽ തൻ്റെ കേന്ദ്രമന്ത്രി വഹിക്കുന്ന സുരേഷ് ഗോപി. അപ്പോൾ ഇവരൊക്കെ ചേർന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ സിനിമയ്ക്കുണ്ട്. പണ്ട് നമ്മൾ തമിഴ്നാടിനെയൊക്കെ കുറ്റം പറയുമായിരുന്നു, അവർ സിനിമാക്കാരാണ് ജയിപ്പിക്കുന്നത്, നമ്മളങ്ങനെ സിനിമാക്കാരൊന്നും ജയിപ്പിക്കില്ല എന്നൊക്കെ പറയുമായിരുന്നെങ്കിലും ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലൊക്കെ ഒരുപാട് സിനിമാക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇടപെട്ട് തന്നെ ഈ പ്രശ്നം വേഗം പരിഹരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാരണം അതിൽ കുറേ ആൾക്കാരൊക്കെ ആരോപണ വിധേയരായിട്ടുണ്ട്. അവർ പേരുകൾ പുറത്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ നിരപരാധികളിലും ഇതിൽ ശിക്ഷിക്കപ്പെടുക. കാരണം എല്ലാം മൊത്തം ഒരു ഫീൽഡ് തന്നെ സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്ന ഒരവസ്ഥ വരും. അത് ഉണ്ടാകാതിരിക്കുവാൻ യഥാർത്ഥ പേരുകൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ ഗ്യാപ്പിൽ കൂടി രക്ഷപ്പെട്ട മഞ്ജു വാര്യരെ പറ്റിയാണ്. കാരണം ഈ മഞ്ജു വാര്യരെ നിമിത്തമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മഞ്ജുമാരുടെ ഒപ്പം നിന്നു എന്ന പേരിലാണ് ഭാവന പീഡിപ്പിക്കപ്പെടുകയും അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാക്കുകയും വുമൻസ് കളക്റ്റീവും സംഘടനയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ പുള്ളിക്കാരി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. കാരണം തനിക്കങ്ങനെ പീഡനവും അങ്ങനെ സ്ത്രീ എന്ന രീതിയിൽ ലൈംഗിക പീഡനവും മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള ഇപ്പോൾ പാർവതി തിരുവോത്തിനെ പോലെ കഴിവുള്ള നടിമാർ
തങ്ങളുടെ അഭിപ്രായം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ സിനിമാ രംഗത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുകയുണ്ടായി. അങ്ങനെയൊന്നും ഉണ്ടായില്ല. മഞ്ജു വാര്യർക്ക് പരസ്യം കിട്ടി, സിനിമ കിട്ടി, അങ്ങനെ അവർ വീണ്ടും ആക്റ്റീവായി. തൻ്റെ നിലപാടുകളിൽ, തൻ്റെ പ്രണയം പോലെ തന്നെ അവർക്ക് നിലപാടുകളും സ്ഥിരതയില്ല. കാരണം മഞ്ജു വാര്യർ 3 പേര് പ്രണയിച്ചു, അവസാനമാണ് ദിലീപിലെത്തിയത്. ഒരു ഓട്ടോ ഡ്രൈവർ, പിന്നെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ, പിന്നെ ദിലീപ് എന്നതുപോലെ തൻ്റെ പ്രണയം പോലെ തന്നെ തൻ്റെ നിലപാടുകൾക്കും സ്ഥിരതയില്ലാതെ മഞ്ജു വാര്യർ പതുക്കെ ഈ ഗ്യാപ്പിൽ കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ പാർവതി തിരുവോത്തിനെ പോലെയുള്ള ആളുകളെ അഭിനന്ദിക്കാതിരിക്കുവാൻ തരമില്ല. കാരണം അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് സ്ഫുടമായാണ് സംസാരിക്കുന്നത്. പൃഥ്വിരാജിനെയൊക്കെ പോലെ തന്നെ അവരുടെ നിലപാടുകളെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കുവാൻ തരമില്ല. എന്തായാലും സിനിമ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡാണ്. മലയാള സിനിമ ലോക സിനിമയുടെ നെറുകയിലാണ്. ഇവരൊക്കെ മഹാന്മാരായ നടന്മാരാണ്. വ്യക്തിപരമായ ചില അപാകതകളുണ്ടാകാം, ചില അപചയങ്ങളുണ്ടാകാം. എങ്കിലും അതൊന്നും ഈ അപചയങ്ങൾ അവരുടെ അഭിനയ മികവ് കൊണ്ട് നമുക്ക് മാറ്റി നിർത്താവുന്നതല്ല. ഈ അപചയങ്ങൾ നിമിത്തം സ്ത്രീകൾക്ക് എന്തെങ്കിലും അവരുടെ അഭിമാനത്തിന് ക്ഷതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ധാരണ ഉണ്ടാകണം. എന്തെങ്കിലും അവർക്ക് രാഷ്ട്രീയം ഉണ്ടെന്നതിൻ്റെ പേരിൽ ഇവരെയൊന്നും സംരക്ഷിച്ച് നിർത്തുവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ സിനിമ നിലനിൽക്കണം, കല നിലനിൽക്കണം. കലാകാരന്മാർ അതുല്യന്മാരാണ്, അവർ ഈ സമൂഹത്തിന് വേണ്ടവരാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരെങ്കിലും ഇത്തരം സ്ത്രീകളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീണ്ടും ഒരു വീഡിയോ കാണും വരെ പ്രാർത്ഥനയിൽ പെടുത്തുക.